ഹലോ ഗൈസ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ രാവിലെ തന്നെ എന്താ ബസ്സിലെന്ന് വിചാരിക്കില്ലേ? അപ്പം കണ്ടാൽ തന്നെ അറിയാം രാവിലെ ബസ്സിൽ കാണുമ്പോൾ എങ്ങോട്ടേലും പോവാണെന്നില്ലേ. അപ്പം നമ്മൾ നേരെ ഗുരുവായൂർക്ക് കേട്ടോ പോണത്. നമ്മൾ രാവിലെ 3 മണിക്കാണ് കേട്ടോ നമ്മുടെ യാത്ര തുടങ്ങിയത്. യാത്ര തുടങ്ങി ഇപ്പോൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂരിൽ എത്തിയിട്ടില്ല. അപ്പം നമ്മൾ ഗുരുവായൂരിലെ കാഴ്ചകളും അത് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളും വേറെ എങ്ങോട്ടൊക്കെയാണ് നമ്മൾ പോണതും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമ്മളെ സബ് ചെയ്യാത്തവരാണെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ യാത്ര പോവാലോ. അപ്പം നമ്മളെ യാത്രയിൽ ഉള്ളവരൊക്കെ ഒന്ന് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ രാവിലെ 3 മണിക്ക് തന്നെ പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ യാത്രയ്ക്കിടെ നമ്മളൊരു പെട്രോൾ പമ്പ് കണ്ടപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിതൊക്കെ രാവിലെ എണീറ്റ് പോകുന്നതല്ലേ, അപ്പോൾ ഒന്ന് റെഡി ആവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ ഗുരുവായൂരിൽ എത്തിയിട്ടുണ്ട്. ഗുരുവായൂർ എത്തിയപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷനായിരുന്നു, ഫോൺ കയ്യിൽ എടുക്കണോ എടുക്കണ്ടേ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഫോൺ എടുക്കുന്നുണ്ട്, അവിടെ ക്ലോക്ക് റൂമിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട്. എല്ലായിടത്തും വയ്ക്കുമ്പോൾ ഈ വരി നിന്നൊക്കെ ഗതികേടാവില്ല, അപ്പോൾ നമ്മൾ ബസ്സിൽ തന്നെ വെക്കാമെന്ന് ചിലരൊക്കെ അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫോണൊക്കെ കൊണ്ട് നമ്മളിതാ നടന്നിങ്ങനെ പോകണം. എല്ലാവരും മുന്നിൽ നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുല്ലപ്പൂ വാങ്ങിയിട്ടോ. അപ്പോൾ നമ്മളെ കൂടെ ഒരുപാട് അമ്മമാരൊക്കെ ഉണ്ട്, അവരൊക്കെ മുന്നിൽ നടന്നിട്ടുണ്ടോ. നമ്മൾ 50 പേരായിട്ടാണ് നമ്മൾ ഇന്ന് ഗുരുവായൂരിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ മുല്ലപ്പൂ ഒക്കെ വാങ്ങി കുത്തിയിട്ടുണ്ട്. നമ്മൾ ഗുരുവായൂരിൽ എത്തുമ്പോൾ മുല്ലപ്പൂ കാണുമ്പോൾ നമുക്ക് വാങ്ങാതിരിക്കാൻ കഴിയില്ലല്ലേ. അപ്പോൾ ഗുരുവായൂരിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു മുല്ലപ്പൂ കുത്താൻ നമ്മളൊരു ഇഷ്ടമാണല്ലോ അല്ലേ. അപ്പോൾ ഞങ്ങൾ അതേപോലെ മുല്ലപ്പൂ ഒക്കെ വാങ്ങി കുത്തിയിട്ടുണ്ട്. അപ്പോൾ നേരെ ഇനി നമുക്ക് ക്യൂവിലൊക്കെ പോകേണ്ടതുണ്ട്. അപ്പോൾ ക്ലോക്ക് റൂമിൽ നമ്മളെ ഫോണും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിതാ വേഗത്തിൽ പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതിലുള്ള അധികം ആൾക്കാരും നമ്മൾ സെറ്റ് മുണ്ട് തന്നെയാണ് എടുത്തത്. ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ അടിപൊളിയാക്കാമല്ലോ എന്ന് വിചാരിച്ച് സെറ്റ് മുണ്ടൊക്കെ എടുക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും അതിന് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളെ വീഡിയോ കാണുക തൊഴുത് ഇറങ്ങിയതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തൊഴുത് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടോ. പുറത്തോട്ട് ഇറങ്ങിയിട്ട് നേരെ ചായ കുടിക്കാനായിട്ട് പോയത്. നേരെ ചായ കുടിക്കാൻ പോയപ്പോൾ 10:30 സമയമൊക്കെ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതാ സെറ്റ് മുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു ഭംഗിയാണല്ലേ. ഓരോ പല നിറത്തിലും പല കസവിലും പല കരയിലും ഒക്കെ ഉള്ള നല്ല നല്ല സെറ്റ് മുണ്ടൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് കയറി നോക്കാൻ തോന്നും. വാങ്ങിയിട്ടില്ലെങ്കിൽ നമ്മളൊന്ന് കയറി നോക്കുമല്ലോ എല്ലാം ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒന്ന് കയറി നോക്കിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ. ഇവിടെയുള്ള ചിത്രകലാകാരന്മാരുടെ ഓരോ എന്താ കലാവിരുദ്ധമൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അത്രയും ഭംഗിയിലാണ് ഇതൊക്കെ ചെയ്തത്. എന്ത് ഭംഗി. അവിടെ നിന്നിട്ട് എത്ര ഫോട്ടോസ്, ഒരുപാട് ഫോട്ടോസ് നമ്മൾ എടുത്തിട്ടോ. ഇപ്പം നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ ഫോട്ടോസാണ് എടുക്കുക. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മൾ വേറൊരു സ്ഥലത്തേക്കാണ് പോണത്. അപ്പോൾ നമ്മൾ ഇതെല്ലാവരും അറിയുന്നുണ്ടാവും. ഇതൊക്കെ ഗുരുവായൂർ പോകാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അധികം ആൾക്കാർ എല്ലാവരും പോയ സ്ഥലങ്ങൾ തന്നെയാവും ഇതൊക്കെ. ഇപ്പോൾ നമ്മളിതാ മഞ്ചോളാലിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കാണാനായിട്ട് പരുന്തന്നെ കാണാൻ നല്ല ഭംഗിയാണല്ലേ. എന്തൊരു പ്രൗഢിയോടെ നിൽക്കുന്ന പരുന്തനെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു മനസ്സിൽ തന്നെ നമ്മൾ നല്ലൊരു ഉയരത്തിലെത്തുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായം മാത്രമാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്നിട്ട് മഞ്ചോളാലിൻ്റെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ആലക്കോട്ടേക്ക് പോകാം. അപ്പം നമ്മളിത് കാണുന്നതാണ് ആനകളെ കുളിപ്പിക്കുന്ന കുളമാണ് കേട്ടോ. ഒരുപാട് വലിയ കുളമാണ്. ഇതാണ്ടല്ലേ.
പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയണം, നമ്മൾ പാട്ടും ഡാൻസൊക്കെ ആയിട്ടാണ് നമ്മൾ ബസ്സിൽ പോകുന്നത്. നമ്മൾ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ഈ ബസ്സിൽ യാത്ര പോണത്. എനിക്ക് യാത്ര എന്ന് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പാട്ടൊക്കെ പഠിച്ചാൽ പാട്ട് കേട്ടാൽ പിന്നെ നിൽക്കാൻ പറ്റില്ല. അത്രയും വലിയ പാട്ടിനോടും ഡാൻസിനോടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിലുള്ള എല്ലാവരും തന്നെ നമ്മുടെ ഒരുമിച്ച് നിന്നിട്ട് എല്ലാവരും ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ആസ്വദിച്ച് തന്നെയാണ് പോയത്. പിന്നെ ഗുരുവായൂരത്തെ കാര്യം ഞാൻ ഇതുവരെ പറഞ്ഞില്ല. ഗുരുവായൂർ നമ്മൾ ഇച്ചിരി നേരം വരിക്കൊക്കെ നിന്ന് നന്നായിട്ട് ഒരു തിരക്കും കൂടാതെ തൊഴാൻ പറ്റിയിട്ടോ. പിന്നെ വ്യാഴാഴ്ച ദിവസം ആവുകൊണ്ട് കുറച്ച് പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ കുറച്ച് ഇച്ചിരി ഞങ്ങളെ വൈകി. പക്ഷെ അമ്മമാരൊക്കെ നല്ല രീതിക്ക് തൊഴുത് വേഗം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് തന്നെ ഒരു വലിയ സമാധാനമാണ്. അപ്പോൾ നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങി എത്തിയതെന്ന് ചോദിച്ചാൽ നമ്മൾ വടക്കുന്നാഥൻ്റെ മണ്ണിലെത്തിയിട്ടുണ്ട്. നമ്മളിവിടെ വടക്കുന്നാഥൻ്റെ മണ്ണിൽ തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂർ പൂരമൊന്നും കേൾക്കാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. തൃശ്ശൂർ പൂരത്തിൻ്റെ നടക്കുന്ന ആ അമ്പലത്തിലാണ് നമ്മൾ എത്തിയത് കേട്ടോ. എല്ലാവരും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ ടി വിയിൽ തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണും. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതിൻ്റെ ഒരു മുഖപടം നമുക്ക് അറിയുന്നുണ്ടാവും. പക്ഷേ ശരിക്കും കണ്ടിട്ടുണ്ടാവില്ല. ഞാനൊക്കെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ഈ ആന ഇങ്ങനെ വരുന്ന ആ സ്ഥലമൊക്കെ നമ്മൾ ടി വിയിൽ കണ്ടിട്ടുണ്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന്. അത് നമ്മൾ ഓരോ കുടമാറ്റം കാണുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ഓരോ ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കണം. നമ്മൾ മറ്റൊരു കുട കാണിക്കും, വേറെ എന്താണാവോ എന്നുള്ളതിൽ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ നമ്മൾ ടി വിയിൽ നോക്കിയിട്ട് അങ്ങനെ ആശ്ചര്യത്തോടെ നിൽക്കണം. നിപ്പൊക്കെ ഞാനും ഒരുപാട് പ്രാവശ്യം ഇത് കണ്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സ്ഥലത്താണ് നമ്മളിവിടെ വന്നെത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ കയറി തൊഴുതു കേട്ടോ. നമ്മൾ ഉള്ളിലൊന്നും ക്യാമറ ഉപയോഗിച്ചിട്ടില്ല, കാരണം അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പാറമേക്കാവ് അമ്പലത്തേക്കാണ് പോകുന്നത്. പാറമേക്കാവ് അമ്പലത്തിൻ്റെ റോഡ് ക്രോസ് ചെയ്താൽ മതി കേട്ടോ. വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ റോഡ് ക്രോസ് ചെയ്താൽ തന്നെ പാറമേക്കാവ് അമ്പലത്തിലെത്തി. അപ്പോൾ അതിന് ശരിക്കും അവിടെ നല്ലൊരു സൗകര്യം തന്നെ. റോഡ് ക്രോസ് ചെയ്യണതിന് പകരം നമ്മൾ അടിയിൽ കൂടെ ഒരു തുരങ്കം പോലെ സ്റ്റെപ്പായിട്ട് നല്ലൊരു സൗകര്യം ഉണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ നമ്മൾ പോകുന്നത്. നമ്മൾ പാറമേക്കാവ് അമ്പലത്തിൽ തന്നെ നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് ഇപ്പോൾ നേരെ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ആ സ്ഥലങ്ങളിലൂടെ തന്നെ ഇങ്ങനെ പൂരം നടക്കുന്ന ആ സ്ഥലങ്ങളാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. നമ്മൾ ജനങ്ങളെ കൊണ്ട് നമുക്ക് ഒരു സൂചി കുത്താൻ പോലും സ്ഥലമില്ലാത്ത ആ സമയം നമ്മൾ കണ്ടിട്ടില്ല. ടി വിയിലൊക്കെ നമ്മൾ കണ്ടുള്ളൂ. ഇപ്പോൾ ഇതാ നമ്മൾ കണ്ടില്ലേ. എന്നാലും അത്യാവശ്യം ആളുകളൊക്കെ നമ്മളിപ്പോഴും ഉണ്ട്. പക്ഷേ ടൗണിൻ്റെ വക്കത്താണ് ഈ സ്ഥലത്ത്. ഇവിടെ ഒരുപാട് നേരെ ഇരിക്കാൻ നമുക്ക് തോന്നും. പക്ഷേ നമുക്ക് അതിനുള്ള സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോവുകയാണ്. നമ്മളിവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒരുപാട് എടുത്തിട്ടോ. എന്ന് വെച്ചാൽ അത്രയും ഭംഗിയുള്ള സ്ഥലമാണ്. നമുക്ക് എപ്പോഴും അത് കാണണം എന്നുള്ളൊരു പറയുക ആഗ്രഹം കൊണ്ടാണ് നമ്മളിങ്ങനെ ഫോട്ടോസൊക്കെ അധികമായിട്ട് എടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളിവിടെ ഒരാളെ കണ്ടു. ഇവരെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇദ്ദേഹത്തെ. അപ്പോൾ നമ്മൾ തന്നെ ഒരു സെൽഫി ഒക്കെ എടുത്തിട്ടോ. ഞങ്ങളിവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഞങ്ങളുടെ ഷോ ഒക്കെ കാണാൻ കേട്ടോ. കുറേ നേരം ഇരിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കത് പറ്റണില്ല. അതിനുള്ള സമയമൊന്നുമില്ല നമുക്കുള്ളതല്ലോ. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവിടെ തന്നെ ചിലവഴിക്കുന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോണത്. അത് കഴിഞ്ഞ് നമ്മൾ എത്തിയത് തിരുവമ്പാടി ക്ഷേത്രത്തിലാണ് കേട്ടോ. അവിടെ തന്നെ നമ്മൾ റോഡിൻ്റെ വശത്ത് തന്നെയാണ്, അങ്ങാടിയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അതും തന്നെ ഉള്ളിൽ അമ്പലത്തിൻ്റെ പുറത്തു നിന്നാണ് കേട്ടോ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഇതോടെ നമ്മൾ അമ്പലത്തിൻ്റെ യാത്ര കഴിഞ്ഞു. അമ്പലം തൊഴുകാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബസ്സിൽ പിന്നെ അടിച്ച് പൊളിച്ച് യാത്ര ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഭക്ഷണം, പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് കേട്ടോ. വീട്ടിലേക്ക് പോകണ വഴിക്കാണ് നമ്മളവിടെ റോഡിൻ്റെ വശത്ത് തന്നെ ഒരു ആന ഇത് അവിടെ എന്തോ ഒരു കാര്യം നടക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി ചെണ്ട കൊട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ നമ്മളെല്ലാവരും ചാടി ഇറങ്ങിട്ടോ. പൊരിയോ കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ വാങ്ങാലോ എന്ന് വിചാരിച്ചു. പക്ഷെ നല്ല ശിങ്കാരിമേളയായിരുന്നു, അടിപൊളി കൊട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടു നിൽക്കാൻ നമുക്ക് തോന്നും, എങ്കിലും നമുക്ക് പോവേണ്ട സമയം ആയതിനാൽ നമ്മൾ അവിടെ നിന്നിട്ടില്ല. അപ്പോൾ നമ്മൾ വേഗം കുറച്ച് സമയം ആനേനൊക്കെ കണ്ടു നിന്നു. ആനേനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാട്ടോ. ആനേനെ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ എനിക്കും നല്ല ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷെ എനിക്ക് എപ്പോഴും അത് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ ആനേൻ്റെ സ്വഭാവം. പെട്ടെന്ന് ഇതായാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പേടിയോടെ ഞാൻ ആനേനെ നോക്കി കാണുള്ളൂ. എപ്പോഴും മനസ്സിൻ്റെ ഉള്ളിലൊരു ഭയമാണ്. എന്താ വെച്ചാൽ ആനയ്ക്ക് നമ്മൾ എപ്പോഴാണ് ഉണ്ടാവുക, നമുക്ക് ഓരോ വീഡിയോസും കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് പേടിയാണല്ലോ. അപ്പോൾ ആ ഭയത്തോടെ തന്നെ ഞാൻ നോക്കി കാണാറുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ ആ ഭയത്തോടെ തന്നെ നോക്കി കണ്ടിട്ടുള്ളൂ. നമ്മൾ വേഗം കുറച്ചൊന്ന് കണ്ടിട്ട് ബാക്കിലേക്ക് പോകുന്നു കേട്ടോ. റോഡിൻ്റെ വശത്ത് നിന്ന് നമ്മൾ പിന്നെ ഈ കൊട്ട് കൊണ്ട് കുറച്ച് റോഡിൻ്റെ വശത്ത് ഇങ്ങനെ നിന്നു. പിന്നെ നമ്മൾ നേരെ ബസ്സിലേക്ക് പോന്നു കേട്ടോ.